വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ലഹരി വിമുക്ത പഞ്ചായത്ത് എന്ന പദവിയിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ സംഘടനകൾ, സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, സ്കൂളുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ജനകീയ സദസ്സ് ചേർന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ ലഹരി വിമുക്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾ, പോലീസ്, എക്സൈസ്, മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ജനകീയ സദസ്സ് ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. പ്രായമുള്ള ആളുകൾ മദ്യപിച്ചതിന് ശേഷം റോഡിൽ കിടന്ന് അടിപിടി ഉണ്ടാക്കുന്നു, തല്ലുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കുറേ വർഷങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ കൊലപാതകത്തിന് പ്രതിയാവുകയോ മോഷണ കേസിലോ പിടിച്ചുപറിയിലോ മറ്റുള്ള അടിപിടിയിലോ ഒന്നും പ്രായമുള്ള ആളുകൾ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. ഒരു 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരും കുട്ടികളിലാണ് അമിതമായിട്ടുള്ള ഈ പ്രലോഭനമുണ്ട്. അതിനുള്ളൊരു അവസരം തന്നെ, വേദി തന്നെ എനിക്ക് തോന്നുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിയ ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമായി മാറിയിരിക്കുകയാണ്. ഇതൊരു വലിയ ഒരു ചെയിൻ സർവീസ് പോലെയാണ് കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ അശോക് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ സദസ്സ് ചേർന്നത്. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനമെടുത്തു. കൂടാതെ സ്കൂൾ, കോളേജ് തലത്തിലും പഞ്ചായത്ത്, വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. കുടുംബശ്രീ ചെയർപേഴ്സൺ ലിജി ഷിബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, മാരി അറുമുഖം, സിസ്ലി സജി, അനുമോൾ ബിനോയ്, സൂസൻ ജേക്കബ്, രാജലിംഗം, പുറ്റടി സ്കൂൾ പ്രിൻസിപ്പൽ KN ശശി തുടങ്ങിയവർ സംസാരിച്ചു.